ഹായ് ഫ്രണ്ട്സ്, എവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റമായ ഐസ് ഗോള നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ട്രേയിലോ കുറച്ച് വെള്ളം ഫ്രീസറിൽ വെക്കുക. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഐസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഐസായി വരുന്നവരേക്കും നമുക്ക് കുറച്ച് പണിയുണ്ട്. ഐസ് ഗോളയുടെ മുകളിലൂടെ ഒഴിക്കാനുള്ള കളർ ആൻഡ് ഫ്ലേവർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. നമുക്കിവിടെ കുറച്ച് ലൂസായിട്ടുള്ള, അതായത് പറ്റ ടൈറ്റാകാത്ത രീതിയിലുള്ള ഷുഗർ സിറപ്പാണ് വേണ്ടത്. കുറച്ചധികം വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് വയ്ക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പറ്റ ടൈറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടാറിയതിന് ശേഷം നമുക്ക് എത്ര കളറാണ് വേണ്ടത് വെച്ചെങ്കിൽ അത്രയും പാത്രങ്ങളിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ ഇവിടെ 2 കളറിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 2 പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് ഫ്ലേവർ ആൻഡ് കളേഴ്സ് നമുക്ക് ഏതോ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പിസ്ത, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു മാംഗോ മിക്സും, അങ്ങനെ 2 ഫ്ലേവറിലുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഗ്രീനും യെല്ലോയും, ഈ 2 കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ചതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കളർ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഐസ് ഗോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ്, കട്ടായ ഐസ് നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഐസ് പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ മിക്സി ഉപയോഗിച്ചിട്ട് നമുക്ക് ഐസ് പൊടിച്ചെടുക്കാം, ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ടൂള് നമ്മൾ, അതായത് ഐസ് വരതിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടാഗിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്രഷ് ചെയ്യുന്ന ടൂള്, ഇതേപോലത്തെ ടൂള് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് വേണം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു വലിയ ഐസാണ് എടുത്തുള്ളത്. നമ്മളെടുത്ത് ഈ ടൂൾ ഉണ്ടാകുകൊണ്ട് അത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ഐസാക്കി എടുത്തുള്ളത്. നിങ്ങൾ മിക്സി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഐസ് ക്യൂബ് ട്രയൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, ചെറിയ ഐസ് ക്യൂബ് ഉണ്ടാക്കിയാൽ മതി. പിന്നീട് നമുക്ക് ഇതുപോലത്തെ കോല് വേണം. അപ്പോൾ ഇത് നമ്മൾ മുളയുടെ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ മുളയുടെ പീസ് എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തായാലും പ്രശ്നമല്ല. അപ്പോൾ ഇനി നമ്മൾ ഐസ് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഐസ് ക്രഷ് ചെയ്തെടുത്തു. ഒരു ഗ്ലാസ് നിറച്ചും, മാക്സിമം അതിലേക്ക് നിറക്കുക ഗ്ലാസ്സിലേക്ക്. അതിനുശേഷം ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് കോല് കുത്തി വെക്കുക. എന്നിട്ട് മാക്സിമം കൈ ഉപയോഗിച്ച് നല്ലോണം പ്രസ് ചെയ്യുക. ഐസ് ഗ്ലാസ്സിനകത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് പതുക്കെ കോല് പിടിച്ചിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഐസ് ഗോളിൻ്റെ അതേ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കളർ സിറപ്പ് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കളർ സിറപ്പ് നന്നായിട്ട് തണുത്തിരിക്കണം. ചെറിയ ചൂടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഐസ് പെട്ടെന്ന് ഉരുകി പോകും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക്
കളർ സിറപ്പ് നമ്മൾ ഐസ് ഗോളയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ കൂടിയാണ് ഞാൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.